ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ബർമിംഗ്ഹാമിലേക്ക് പോവാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെയുള്ള ട്രെയിൻ സ്റ്റേഷൻ. ഇത് നമ്മുടെ ലോക്കൽ ട്രെയിൻ സ്റ്റേഷനാണ്. നമ്മുടെ ട്രെയിൻ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ലിഫ്റ്റ് ഉണ്ട്. ഇത് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. നമ്മുടെ ഞങ്ങൾ പക്ഷേ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് ടിക്കറ്റ്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ലിഫ്റ്റിൽ പോയി മുകളിലേക്ക് പോവാം. നമ്മുടെ ട്രെയിനാണ് ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. താഴെ കൂടെ വേറെ ട്രെയിൻ. ഇത് നോൺ സ്റ്റോപ്പാണ്. ലണ്ടനായിരിക്കും മിക്കവാറും. അത് ലണ്ടൻ ട്രെയിനാണോ ഏട്ടാ? ആ, ഇതാണ് നമ്മുടെ ട്രെയിൻ. ഓപ്പൺ ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ടല്ലോ. ഗ്രീൻ ലൈറ്റ് ഉണ്ടല്ലോ. ഇവിടെ എഴുതി കാണിക്കുന്നൊക്കെയുണ്ട്. ട്രെയിൻ ടൈമൊക്കെ എഴുതി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് ഓപ്പൺ ആണോ നോക്കാവേ ചേട്ടാ. എന്നാ കയറ്. അപ്പോൾ ഇത് ഓപ്പണാണ്. നമ്മുടെ ട്രെയിൻ ഡോർക്ക് ഇവിടെ മൈൻഡ് ദ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സീറ്റ്. നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിൽ കണ്ടോ. ഈ ട്രെയിൻ നമ്മുടെ ഇവിടെ വന്ന് കിടക്കുവാണേ. 10:39 ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് അധികം ആരും ഇതിനകത്ത് കയറിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് അരമണിക്കൂറേ ഉള്ളൂ നമുക്ക് ട്രെയിനിലേക്ക്, അല്ല ബർമിംഗ്ഹാമിലേക്ക്. ചേട്ടൻ അങ്ങോട്ട് പോയി, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ ട്രെയിനിലെങ്ങും ആരുമില്ല. ആവശ്യത് ബർമിംഗ്ഹാമിലേക്ക് തന്നെയല്ലേ? ബർമിംഗ്ഹാമിലേക്ക് തന്നെയല്ലേ? ശരിയാ. ആ, ഞാൻ ലോക്കൽ ട്രെയിൻ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലത്തെ ടോയ്ലറ്റ് കാണിച്ചു തരാവേ. എമർജൻസി എക്സിറ്റ്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇതെന്താ ഇവിടുത്തെ ടോയ്ലറ്റ്. നമുക്കിനി ടോയ്ലറ്റ് ഡോർ ക്ലോസ് ചെയ്യാം. അകത്ത് കയറിയിട്ടും നമ്മുടെ ട്രെയിൻ ഏകദേശം പോകാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ നമുക്ക് കേൾക്കാം. ഷെൽസ്റ്റൺ അറിയില്ലേ? ബർമിംഗ്ഹാം അടുത്ത. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ടാമർത്ത് കൂടി വരില്ലേ ചെയ്യാ? അല്ല, ആണോ? ട്രെയിനിലേക്ക് കാര്യമായിട്ട് ആവുന്നില്ല. ആകെ വലിയ നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. സമയം 10:10 സ്കൂൾ ടൈമും ഓഫീസ് ടൈമും ഒന്നല്ലോ. അപ്പം അതുകൊണ്ട് ശരി കാര്യമില്ല. പിള്ളേരെയൊക്കെ ട്രെയിൻ കാണിക്കാൻ കൊണ്ടുവന്നിട്ട് ഇതിനെ കൊണ്ടുപോകുന്നു. നോക്കി, നമ്മൾ വന്നപ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ഈ പിള്ളേരൊക്കെ. സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാണ്. ട്രെയിൻ എടുക്കാറായതുകൊണ്ട് ഇത്ര നേരം ട്രെയിനിലിരുന്നു അവർ. അത് കഴിഞ്ഞ് ട്രെയിൻ എടുക്കാറായി കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. ഇത് ട്രെയിൻ ടൈമും സാധനങ്ങളൊക്കെയാണ് ഇതിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നിൽക്കേണ്ട സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും കയ്യിൽ ഓരോ പേപ്പർ ഉണ്ട് കേട്ടോ. അതൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും. നല്ലതല്ലേ ഇങ്ങനെ പിള്ളേർ കണ്ടത്? ആ കുഞ്ഞിൻ്റെ കയ്യിലുണ്ട്. ആ കുഞ്ഞിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവർ ഓരോന്ന് കാണിച്ചു കൊടുക്കുക. വെയിറ്റിംഗ് ഷെഡ്,
ചെറുപ്പത്തിലേ മുതൽ അവരൊക്കെ ഫെമിലിയറായിട്ട് വളരുന്നത്. ഇതിനെ അവിടെ ചാറ്റിയൊക്കെ തരുന്നുണ്ട്. ഇന്നലെ West Midlands Railway Service for Bromsgrove. The next stop will be Lichfield City. ലിച്ച്ഫീൽഡ് സിറ്റിയാണ് അടുത്തത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ ലിച്ച്ഫീൽഡ് 2 ട്രെയിൻ സ്റ്റേഷനുണ്ട്. ഈ സ്റ്റേഷൻ കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ അതൊരു ചെറിയ സിറ്റിയാണ്. അതിനകത്താണ് 2 സ്റ്റേഷൻ. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ കണ്ടത്. നമ്മുടെ തൊട്ടടുത്തുള്ള അടുത്ത സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടോ. ലിച്ച്ഫീൽഡ് സിറ്റി. അവിടെ നിന്ന് ഇവിടെ ഇറങ്ങാൻ വന്നതാ. അപ്പൂപ്പനോ ഇവിടെ ഈ സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി ഏറ്റവും എന്തോരം നേരായി എന്നറിയോ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. സിറ്റിയിലെത്തിയത് 5 മിനിറ്റ്, അവിടുന്ന് 5 മിനിറ്റ് ട്രെയിനിൽ. പക്ഷെ വേറൊരു കാര്യമില്ല, അവർക്ക് പാസ് ഫ്രീയാ. അതുകൊണ്ടാണ് അവരങ്ങനെ നിന്നത്. സമയമുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നിൽക്കാനായിട്ട് കേട്ടോ. നിങ്ങളെത്തൂല, വീണു. അതിനങ്ങനെ നിന്ന് തന്നെയാ നല്ല കാര്യം. ഇതുപോലെ ചെറിയ ലോക്കൽ സ്റ്റേഷൻ തന്നെയാണത്. ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന സമയമായിട്ടുണ്ട്. വെയിലാണല്ലോ. അപ്പോൾ പാടത്തൊക്കെ പുല്ലൊക്കെ കാണാമേ. നമ്മൾ താമസിച്ചിട്ടുണ്ടെങ്കിലേ വേറെ കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത സ്റ്റേഷൻ എത്തി. അടുത്ത ചെറിയൊരു സ്റ്റേഷൻ. നമ്മൾ രണ്ടും കൂടി ആദ്യമായിട്ടല്ലേ ട്രെയിനിൽ തന്നെ യാത്ര. അത് ശരിയാ. പിള്ളേരുണ്ടാവണേലും പിന്നെ പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. പിന്നല്ലാണ്ട് പൂളിലേക്ക് ഫെയർത്തുനിന്ന് അവിടേക്ക് ഇവിടേക്കൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുള്ളതല്ലേ. കുറേ നാളിന് ശേഷം. അത് ശരിയാ. മരിയ പോലും ഇല്ലാണ്ട്. അത് മരിയ എപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ടാവേ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് അല്ലേ. ഇവിടെ കുറച്ച് ഇതിങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ച് സീറ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ. ഇത് 3ാമത്തെ ക്യാരേജാണ്. 6 ഉണ്ട് ഇതിനകത്ത്. ഇത് ഫ്രണ്ടിലേക്ക് ഇപ്പം അപ്പോൾ ഇത് 3ാമത്തെ. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇനിയുണ്ട് സീറ്റൊക്കെ അവൈലബിൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് അല്ല 1, 2, 3 3ാമത്തെ സ്റ്റേഷനാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്. ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ്. അത് ലോക്കൽ ട്രെയിനാണ്. അതുകൊണ്ട് അടുത്തടുത്താണ് അതിൻ്റെ സ്റ്റേഷനൊക്കെ വരുന്നത്. കുറേ പേര് ബർമിംഗ്ഹാമിൽ ഇറങ്ങും. അത് മെയിൻ സ്റ്റേഷനല്ലേ. നമുക്ക് 2 പേർ കൂടി 2000 രൂപ. എന്തിന്? ടിക്കറ്റ് റിട്ടേൺ അല്ലേ. അപ്പോൾ 1 സൈഡ് 500 രൂപ. അതെ, 1 സൈഡ് 500 രൂപ. നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് എവിടെ വരെ തൃശ്ശൂർ പാലക്കാട് ഒരു ദൂരം ഉണ്ടാവുള്ളൂ. പാലക്കാട് ഇല്ല, തൃശ്ശൂരുള്ള ദൂരം ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് നാട്ടിൽ പക്ഷെ 50-60 കണ്ടുകൊടുത്തല്ലോ 10 ട്രെയിനിൽ പോകും. പക്ഷെ അതുപോലത്തെ അതല്ലല്ലോ ഇതിൻ്റെ ജേണി. ഇതിൻ്റെ എല്ലാം അടിപൊളിയല്ലേ. നമ്മൾ അടുത്ത സ്റ്റേഷനെത്തിക്കുക. അതൊക്കെ ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ്.
ഇതെല്ലാം ചെറിയ വില്ലേജുകളാണ് ഇവിടുത്തെ തോന്നുന്നു അല്ലേ, വില്ലേജുകളാണത്. അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻ. ഒരു തിരക്കുമില്ല, അങ്ങനെ വലിയ കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. ആ സ്കൂൾ ടൈം രാവിലെ, സ്കൂൾ ഓഫീസ് ടൈം ആ സമയത്ത് തന്നെ നല്ല തിരക്കായിരിക്കും. 3:30 തുടങ്ങി 6 മണി വരെ നല്ല തിരക്കായിരിക്കും. രാവിലെ അതുപോലെ രാവിലെ ഒരു 7 മണി തുടങ്ങി 9 മണി വരെ. Welcome aboard this സെക്കൻഡറി സ്കൂളിലെ പിള്ളേരൊക്കെ തന്നെ വരുമല്ലോ അതിനകത്ത് ട്രെയിനുകളിൽ കയറി പോകുന്നു. The next stop will be Aston. സ്റ്റോപ്പ് ആസ്റ്റൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് ആണ്. At Birmingham New Street, 5 ways. University, Selly Oak, Grenville, Kingston, Northfield, Longbridge, Barnt Green and Bromsgrove. അപ്പോൾ നമ്മൾ ഇറങ്ങാറായി. ഇപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റേഷൻ ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് എത്താറ്. The next stop will be Birmingham New Street. അത് ഇവിടുത്തെ വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ, ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നേരത്തെ എത്തിയതാണ്. എത്രയും സമയം നമ്മൾ ഏകദേശം എത്താറായത്. അതിൻ്റെയൊക്കെ നമ്മുടെ ഈ കെട്ടിടങ്ങളുടെയൊക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം അറിയാം. അവിടെ നിന്നും ആ വില്ലേജിൽ നിന്ന് ടൗണിലേക്ക് വരുന്നത് സിറ്റിയിലേക്ക് വരുന്നത് ബുള്ളറ്റ് ട്രെയിനിന്റെ പണിയുന്നതാണത്. ആ ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ കാലുകളാണ് പണിത് വെച്ചിരുന്നത് അല്ലേ. ഇടയ്ക്ക് പണിയെടുത്ത് പിന്നെയും പണിയും പറയാനുള്ളത് പണിയെടുക്കുന്നത് അതല്ലേ ഈ പണിയുന്നതില്ലേ ആ കാലുകൾ, അതെല്ലാം ഹൈ സ്പീഡ് ട്രെയിൻ്റെ ആണ്. നമുക്ക് വീടിൻ്റെ അടുത്തുകൊണ്ട് ഹൈ സ്പീഡ് ട്രെയിൻ സ്റ്റേഷന്റെ കാണുന്നത് അല്ലേ. ഇതും പാലം തന്നെയാണ്. അത്യാവശ്യം പണിയായി. ഇതുപോലത്തെ ബ്രിഡ്ജല്ല നമ്മുടെ അവിടെയൊക്കെ വരാൻ പോണേ. ബ്രിഡ്ജല്ല, അവിടെ ബ്രിഡ്ജ് വരില്ല, അവിടെ താഴെ കൂടെ പോകുള്ളൂ. അവിടെ മിക്കവാറും മണികൾ ഇവിടെ പാർക്കിംഗ് ആണല്ലോ. പിന്നെ താഴെയൊക്കെ പാർക്കിംഗ് ആയിരിക്കും. നമ്മൾ ബർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റിലേക്കാണ് ഇത് കയറുന്നത്. നമ്മുടെ ലിച്ച്ഫീൽഡിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടാവില്ലായിരിക്കും. അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ലണ്ടനിൽ ബർമിംഗ്ഹാമിന് മാഞ്ചസ്റ്റർ ആയിരിക്കും. പക്ഷേ സുഖമാണ് ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ബർമിംഗ്ഹാം വരാം, അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോകാൻ സുഖമാണ്. അല്ലെങ്കിൽ മറ്റേ ട്രെയിനുണ്ട്, എളുപ്പമാണ്. സമയം ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ? നമുക്കവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്താൽ ഇറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ ടിക്കറ്റിന് ഫോട്ടോ ഞാൻ തരുന്നുണ്ട്. എൻ്റെ എടുത്തിട്ടില്ലേ? അപ്പോൾ എടുക്കുക. അത് എൻ്റെ മെയിലിൽ കോമൻറ്റ് ചെയ്യാൻ പറ്റും. എവിടുന്ന് തന്നെയാണോ? വെയിൽസോ? ആ വെയിൽസിനൊക്കെ പോണ ട്രെയിനാണോ? Birmingham New Street. നമ്മളപ്പോൾ ട്രെയിൻ സ്റ്റേഷനെത്തി. എൻ്റെ എല്ലാ സാധനം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ സ്കാൻ ചെയ്തിട്ട് അങ്ങോട്ട് പോകണം, പുറത്തേക്ക് ഇറങ്ങണം. ട്രെയിൻ ഇത് ക്രോസ് കൺട്രി നമ്മുടെ അതിൽ പോകണമെന്നുള്ളത്. ആ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ട്രെയിനല്ലേ.